നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയിൽ ആവശ്യമില്ലാത്ത പല ഒബ്ജക്റ്റുകളും കടന്നുകൂടാറുണ്ട്. ഉദാഹരണത്തിന് പൂച്ച, അല്ലെങ്കിൽ നായ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരാൾ, അങ്ങനെയൊക്കെ നമ്മുടെ ഫോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ നമുക്കത് മായ്ച്ച് കളയാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇവിടെ ക്ലീൻ അപ്പ് പിക്ചർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ആദ്യത്തെ ആ ഒരു സൈറ്റ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ടാപ്പ് ഹിയർ ടു ലോഡ് യുവർ പിക്ചർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും. ഗാലറിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഫോട്ടോ ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ, ഈ പിക്ചറിൽ ഒരു പൂച്ച ഇവിടെ ഉണ്ട്. എനിക്ക് ആ പൂച്ചയെ വേണ്ട, അതിൽ നിന്ന് മായ്ച്ച് കളയണം. ഞാൻ അവിടെ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ആ പൂച്ചയുടെ മുകളിൽ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആ പൂച്ച അതിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു സംശയം പോലും തോന്നാത്ത രൂപത്തിൽ ആ പൂച്ച അതിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഇനി താഴെ വലതുവശത്ത് കാണുന്ന ഡൗൺലോഡ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൂച്ചയില്ലാത്തൊരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ സേവ് ആകുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ എടുക്കുന്ന പിക്ചറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിച്ച പിക്ചറുകളിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ മായ്ച്ച് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായി അത് നല്ല രീതിയിൽ മായ്ച്ചെടുക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത അവസരത്തിൽ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.